അത് ആരെങ്ങനെ ചെയ്താലും ഇനിയിപ്പോൾ നാളെ ഞാൻ ഈ ഒരൊറ്റ പേര് പറഞ്ഞിട്ട് ഞാൻ ഇൻഡസ്ട്രിയിൽ ഇല്ലെന്ന് പറഞ്ഞാലും ഐ ഡോണ്ട് മൈൻഡ്. കഷ്ടപ്പാടിൻ്റെ അങ്ങറ്റത്തുനിന്ന് വളർന്നു വന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഏറ്റവും പീക്ക് ലെവൽ ഞാൻ പോയിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇത്ര ബിൽഡപ്പിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. വീട്ടുകാര്യങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് നിന്നിട്ടുമില്ല എന്ന് തോന്നുന്നു. എനിക്ക് എക്സ്ട്രാ ഞാൻ ഒരുപാട് മെനക്കെട്ട് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. അതിനാരും എവിടെയും മൈൻഡ് ചെയ്തില്ല. 4 ലൈറ്റ് വെച്ചാൽ ഒരു സിനിമ സക്സസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എടാ നീ എവിടെയായിരുന്നു, എത്ര കാലം നിന്നെ കണ്ടിട്ട്. ഇപ്പം എനിക്ക് എന്തെങ്കിലും പറ്റിയിട്ട് ഞാൻ രാജുവിനെ നോക്കിയാൽ, രാജുവിന് എന്തെങ്കിലും പറ്റിയിട്ട് രാജു എന്നെ നോക്കിയാൽ എനിക്ക് മനസ്സിലാവും നമുക്ക് വൺ മോർ എന്ന്. നുണ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചിട്ടാ. ഈ വർഷത്തെ നാഷണൽ അവാർഡ്സ് ഭയങ്കര സിനിമാറ്റോഗ്രാഫേഴ്സ് ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ആകെ മൊത്തത്തിൽ ഡിസപ്പോയിൻറ്റഡ് ആയി പോയൊരു അവാർഡ്സ് ആയിരുന്നു നാഷണൽ അവാർഡ്സിൽ കൊടുത്തിരുന്നത്. മൊത്തത്തിലൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. മൊത്തത്തിലായിട്ട് തീർച്ചയായിട്ടും എൻ്റെ ഏറ്റവും ലീസ്റ്റ് അസിസ്റ്റൻ്റ് ചെയ്യുന്ന ജോലി, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രെയിമിംഗ് പോലും ഇല്ലാത്ത, അതിൻ്റെ ലൈറ്റിംഗ് പോലും ഇല്ലാത്ത ഒരു സിനിമയായിരുന്നു അത്. ഏറ്റവും ഫേക്കായിട്ട് ചെയ്ത, ഏറ്റവും ലീസ്റ്റ് ക്വാളിറ്റിയിൽ ചെയ്ത, ഏറ്റവും വേഴ്സ്റ്റ് ക്വാളിറ്റിയിൽ ചെയ്തൊരു സിനിമയ്ക്കാണ് അവർ കൊടുത്തതെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് അതിൻ്റെ വാല്യൂ ഉള്ളത്? അതൊരു കിട്ടുന്നത് സന്തോഷമുള്ള കാര്യമാണ്, പക്ഷേ ഡിസേർവിങ് ആയിരിക്കണം. ആ സമയത്ത് ഞാൻ കുറേ മറ്റ് പൊളിറ്റിക്സിനകത്ത് പെട്ടിട്ട് എനിക്കത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആവില്ല. ഹലോ എവ്രിവൺ, വെൽക്കം ടു മാഡിസൺ ഡിജിറ്റൽ. ദിസ് ഇസ് അനുഷ ആൻഡ്രൂസ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് വലിയൊരു ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഹി ഈസ് ദി സുജിത് വാസുദേവ് ISC. വെൽക്കം സർ. താങ്ക് യു സോ മച്ച്. സാറിന് വലിയൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറയാൻ കാരണം ഇസ് യു ആർ ദ സുജിത് വാസുദേവ്, ദ സിനിമാറ്റോഗ്രാഫർ ഓഫ് ദ ഹയസ്റ്റ് ഗ്രോസിംഗ് മലയാളം സിനിമ എവർ മെയ്ഡ്, റൈറ്റ്? അങ്ങനെ പറയാം, കുഴപ്പമില്ല. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഉറപ്പായിട്ടും ഇനി അത് മാറുമല്ലോ, കാലം ഇനി മാറിക്കൊണ്ടിരിക്കുക. തൽക്കാലത്തേക്ക് ഓക്കെ, അങ്ങനെ ഒരു സോണിലാണ് ഇപ്പോൾ ഉള്ളത്. യു ആർ ദ സിനിമാറ്റോഗ്രാഫർ ഓഫ് ദ ഹയസ്റ്റ് ഗ്രോസിംഗ് മലയാളം സിനിമ. ആ ഒരു ഹൈ സാറിന് കിട്ടാറുണ്ടോ? വാട്ട് ഇസ് ഇറ്റ് ടു ബി ലൈക്ക്? നമ്മളെല്ലാ സിനിമയും അപ്രോച്ച് ചെയ്യുന്നത് ഒരേ ആറ്റിറ്റ്യൂഡിലായിരിക്കുമല്ലോ. ചെറുതായാലും വലുതായാലും നമുക്ക് അതിനകത്ത് ഫുള്ളി ഇൻവോൾവ് ആകാൻ പറ്റുക. ഫുള്ളി ഇൻവോൾവ് ആയതിനു ശേഷം നമ്മൾ 100% നമ്മൾ എഫേർട്ട് ഇടുക എന്നുള്ളതാണല്ലോ നമുക്കൊരു സിനിമാറ്റോഗ്രാഫർ എന്നുള്ളത് ചെയ്യേണ്ടത്. ബിക്കോസ് ഒരു ഡയറക്ടറെ സപ്പോർട്ട് ചെയ്യാൻ, പ്രൊഡ്യൂസറെ സപ്പോർട്ട് ചെയ്യാനാണ് ഡെഫിനറ്റ്ലി ഒരു സിനിമാറ്റോഗ്രാഫർ എപ്പോഴും ഉള്ളത്. ഇപ്പം ഡയറക്ടറുടെ വിഷൻ ഉണ്ടാവും. അതിപ്പോൾ ചെറുതായാലും വലുതായാലും അദ്ദേഹത്തിൻ്റെ വിഷൻ ഏറ്റവും വലുതാണ്, ചെറിയ സിനിമയിലും വലിയ സിനിമയിലും. അപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹൈ ഉണ്ട്. അത് ചെറുതിലും വലുതിലും ഉണ്ട്. പക്ഷേ എനിക്ക് സാറിന് എല്ലാ പടത്തിലും ഭയങ്കര ഹൈ ഉണ്ട്. ഇപ്പം തന്നെ നമ്മൾ സംസാരിച്ചപ്പോൾ യു സെഡ് യു ആർ എ വെരി വർക്കഹോളിക് പേഴ്സൺ. അത് ഉറപ്പായിട്ടും വേണം. എനിക്കൊരു വെറുതെ ഇരിക്കുന്നൊരു പരിപാടി എനിക്ക് വർക്ക് ആവത്തില്ല. ഏതെങ്കിലും ഒരു മേഖലയിൽ അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുണ്ട്. മേ ബി അത് ചിലപ്പം കഥകൾ, ചർച്ചകളായിരിക്കാം, ഡിസ്കഷൻസ് ആയിരിക്കാം. ദെൻ മറ്റുള്ളവരുടെ കഥകളുടെ ഡിസ്കഷൻസും ആയിരിക്കും, എൻ്റെ കഥകളുടെ ആയിരിക്കാം. ചില എഴുത്തായിരിക്കാം, മറ്റുള്ളവരുടെ എഴുത്തിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ചില പുസ്തകങ്ങളായിരിക്കാം. വാട്ടെവർ, നമ്മളിങ്ങനെ എൻഗേജ് ആയിരിക്കണം എപ്പോഴും. സാർ അപ്പം എങ്ങനെയാണ് ഒരു പടം ചൂസ് ചെയ്യുന്നത്? ലൈക്ക് സുജിത് വാസുദേവിൻ്റെ ഒരു ഡേറ്റ് കിട്ടാനായിട്ടൊരു പുതുമുഖ സംവിധായകൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഇത്ര ബിൽഡപ്പിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഡെഫിനറ്റ്ലി എന്നോട് കഥ പറയുന്ന ഇഷ്ടംപോലെ പുതിയ ആൾക്കാരുണ്ട്, ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ നമുക്കിപ്പം പടങ്ങൾ ചെയ്യാനാണെങ്കിൽ എനിക്കെല്ലാം എസ് പറഞ്ഞാൽ ഒരുപാട് പടം ചെയ്യാം. പക്ഷേ ഇപ്പോൾ വരുന്ന കക്ഷികൾക്ക് സിനിമകൾ ഓടണം എന്നുള്ളതാണ്, സിനിമ തിയേറ്ററിക്കലി വർക്കാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു ബേസിക് തിങ്. അപ്പോൾ അതിനെന്തൊക്കെ എലിമെൻറ്റ്സ് ഉണ്ടെന്നുള്ളത് ഇപ്പോൾ ഗോഡ് ഗ്രേസ് എനിക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റാറുണ്ട്, അല്ലെങ്കിൽ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന സിനിമകൾ തിയേറ്ററിൽ വർക്കാകുന്നൊരു പ്രവണതയുള്ളത്. ഞാൻ 1-2 സിനിമകൾ അല്ലാതെ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ വളരെ നേരത്തെ നമുക്കറിയാം, ഓക്കെ ഇത് അത്ര പറ്റത്തില്ല എന്ന് നമുക്കറിയാം അറിയാം. പക്ഷേ നമുക്ക് ചില ടീമിൻ്റെ അല്ലെങ്കിൽ ചില ആൾക്കാരുടെ ചില സിറ്റുവേഷനിലൊക്കെ പാർട്ടാകേണ്ടി വരാറുണ്ടല്ലോ. അതല്ലാതെ ഞാൻ മാക്സിമം, പിന്നെ എന്നാലും അതിനകത്ത് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും ഒന്ന് പുറത്തേക്ക് എടുത്ത് കൊണ്ടുവരിക. കാര്യം ഇത് ആരുടെയും തെറ്റല്ല, അങ്ങനെ ആലോചിക്കുന്നതോ അങ്ങനെ സംഭവിക്കുന്നതോ ആരുടെയും തെറ്റല്ല. എല്ലാവരും ഒരു സിനിമ ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് വിജയിക്കണം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ചെയ്യാറ്. അല്ലാതെ ശരി ഇതെന്നാൽ പിന്നെ പോട്ടെ എന്ന് പറഞ്ഞ് ചെയ്യത്തില്ല. അതിപ്പോൾ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഒന്നുമില്ലാത്തൊരു പരിപാടിയായിരിക്കും നമുക്ക് പിന്നീട് നമ്മൾ എല്ലാ ടീമെല്ലാം കൂടി ചേർന്ന് വർക്ക് ചെയ്ത് വരുമ്പോൾ ഭയങ്കര ഗംഭീരമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ, അങ്ങനെ പലതും വന്നിട്ടുണ്ട്.
അപ്പോൾ അതിന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്താണ് സാധ്യത. ചിലപ്പോൾ അവിടുത്തെ ഒരു ഭയങ്കര പോസിറ്റീവ് ആംബിയൻസ് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ക്രിയേറ്റായി പലതും പുതിയ പുതിയ സാധനങ്ങൾ ക്രിയേറ്റ് ആയി പോകും. അപ്പോൾ നേരത്തെ വായിച്ച സ്ക്രിപ്റ്റ് ആയിരിക്കത്തില്ല, പുതിയൊരു സാധനം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാ സമയത്തും വെൽക്കമിങ് ആണ്. പുതിയ ആൾക്കാരെ സംബന്ധിച്ച് എല്ലാ സമയത്തും വെൽക്കമിങ് ആണ്. ഞാനിത് ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ സാറിൻ്റെ ഈ സിനിമകളെല്ലാം ഷൂട്ട് ചെയ്തത് ഒരാളാണെന്ന് പറഞ്ഞാൽ ആർക്കും അവനെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം എല്ലാത്തിൻ്റെയും ഒരു എസ്തറ്റിക്സോ അല്ലെങ്കിൽ ആ പടം പോകുന്ന രീതികളൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതായത് മെമ്മറീസ് ഷൂട്ട് ചെയ്ത ആളാണ് അമർ അക്ബർ എന്നാണ് ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ജെയിംസ് ആലിസ് ഡയറക്റ്റ് ചെയ്ത ആളാണ് എമ്പുരാൻ ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് വിശ്വസിക്കാൻ. സാറിന് തോന്നിയിട്ടുണ്ടോ? അത് നമ്മളൊരു സെലക്ഷനകത്ത് നമ്മൾ മനഃപൂർവ്വം എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. അതിപ്പോൾ അമർ അക്ബർ അന്തോണി എന്ന് പറഞ്ഞ സാധനം നമുക്ക് അങ്ങനൊരു മൂവി നമുക്ക് വളരെ നോർമലായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. പക്ഷേ അതിനകത്ത് ഞാനൊരു വേറൊരു കളർ പാലറ്റും വേറൊരു ആറ്റിറ്റ്യൂഡും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനെ. അപ്പോൾ മേ ബി ആ കളേഴ്സും ഫ്രെയിമിങ്ങിൻ്റെ വേറൊരു ചെറിയ വ്യത്യാസങ്ങൾ അത് അങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോൾ ലെൻസിങ്ങിൻ്റെ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ അത് നോർമലി ഒരു ഹ്യൂമർ മൂവി എല്ലാം ഉണ്ടാവും. അപ്പോൾ എന്തോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു പരിപാടി വരും. അതിനുള്ള ശ്രമം നമ്മൾ എല്ലാ സിനിമയ്ക്കും നടത്താറുണ്ട്. തുടക്കത്തിൽ സാറ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന സമയത്ത് യു അസിസ്റ്റഡ് സിനിമാറ്റോഗ്രാഫർ രാജരത്നം, റൈറ്റ്? ആ ഒരു സമയം സാറിന് ഓർമ്മയുണ്ടോ? ലൈക്ക് ഇപ്പോൾ ആൾക്കാർ നമ്മുടെ ഡേറ്റൊക്കെ കാത്തു നിൽക്കുന്നു, അതിനപ്പുറത്തേക്ക് അന്നത്തെ കാലത്ത് സാർ ഒരുപാട് ഈ പറയുന്ന പോലെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന സമയം. കെൻ യു ഷെയർ സം മെമ്മറീസ്? അന്നത്തെ കാലത്ത് കുറച്ച് മെമ്മറീസ്. എല്ലാം വളരെ നല്ല ഓർമ്മയുള്ളൊരു കക്ഷിയാണ് ഞാൻ. കാരണം കഷ്ടപ്പാടിൻ്റെ അങ്ങറ്റത്തുനിന്ന് വളർന്നു വന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഏറ്റവും പീക്ക് ലെവൽ ഞാൻ പോയിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇൻ ബിറ്റ്വീൻ, അതായത് വർക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മളുടെ ചില ജഡ്ജ്മെൻ്റൽ പരിപാടികൾ കൊണ്ട് വീണ്ടും സീറോയിലായി വീണ്ടും തിരിച്ചു വരുന്ന അതൊരു ലൈഫിൻ്റെ പാർട്ടാണ്. അതവിടെ നിൽക്കട്ടെ. ബിയോണ്ട് ദാറ്റ്, ഇപ്പോൾ രാജരത്നം സാറിനെ ഞാൻ മീറ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഷിജു വഴിയാണ്. ഷിജു എന്ന് പറഞ്ഞൊരു ആക്ടറുണ്ട്, നമുക്ക് മലയാള സിനിമയിലുണ്ട്, വളരെ മുമ്പ് ഉണ്ടായിരുന്ന സിനിമയാണ്. പുള്ളി തെലുങ്കിലൊക്കെയാണ് ആദ്യം വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു വലിയ ഫേമസ് ആക്ടറായിരുന്നു, ഹീറോ ആയിരുന്നു ആദ്യം. പുള്ളിക്കൊരു ബാക്ക് പെയിൻ വന്നതിന് ശേഷം പുള്ളി കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മലയാളത്തിൽ വന്നു. പുള്ളിയോട് ഞാൻ സീരിയൽസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിയുടെ വർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട്, നീ ഇന്ന ആളെ പോയി കാണാൻ ഞാൻ പോകുന്നുണ്ട് പടം. അപ്പോൾ അന്ന് രാജേഷ് ടച്ചറിൻ്റെ സിനിമയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, പുള്ളി അഭിനയിക്കുന്നൊരു സിനിമ. അതിനകത്ത് രാജരത്നം സാർ വർക്ക് ചെയ്യുന്ന. അപ്പോൾ പുള്ളി ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ അന്ന് ഇവിടെ സീരിയൽസ് വളരെ നന്നായിട്ട് നല്ല റെമ്യൂണറേഷൻ മേടിച്ച് ഫാമിലിയൊക്കെ, അതായത് വളരെ നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാനിത് പോകുന്നത്. അപ്പോൾ പുള്ളി 2 ദിവസം ചെന്ന് പുള്ളിയൊക്കെ പരിചയപ്പെട്ടപ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടോ അല്ലെങ്കിൽ എൻ്റെ മറ്റു കാര്യങ്ങൾ കണ്ടിട്ടോ ആയിരിക്കണം പുള്ളി ഓക്കെ പറഞ്ഞു നിന്നോളാൻ. അവിടെ നിന്ന് ഞാൻ രാജരത്നം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത് ഞാനൊരു ഏകദേശം ഒരു 9-10 സിനിമകളോളം ഞാൻ പുള്ളിയുടെ അസിസ്റ്റൻ്റായിരുന്നു. ആദ്യം വളരെ തേർഡ് അസിസ്റ്റൻ്റ് എന്നുള്ള ലെവലിലാണ് ഫസ്റ്റ് പടം ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഞാനിവിടെ ക്യാമറമാനായിട്ട് സീരിയൽസ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കതൊരു കുറവായിട്ട് തോന്നിയില്ല. കാര്യം അതൊരു നമ്മളൊരു എണ്ണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫ്രം ദ സ്ക്രാച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതിനാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ അതിനു മുമ്പ് പി സുകുമാർ അദ്ദേഹത്തിന് ഞാൻ അസിസ്റ്റ് ചെയ്തിരുന്നു ഒരു 5-6 ദിവസം, രാവണപ്രഭു എന്ന് പറഞ്ഞ സിനിമയിൽ. അത് ചന്ദ്രകുമാർ സാറിൻ്റെ ഒരു സീരിയൽ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ സാറിൻ്റെ അടുത്ത് നിരന്തരം ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് എനിക്കൊരു ഷെഡ്യൂളിൽ, സീരിയലിൻ്റെ ബ്രേക്കിൻ്റെ ഒരു ഷെഡ്യൂൾ ഒരു ചാൻസ് കിട്ടി അവിടെ പോയി ഒരു 4-5 ദിവസം വർക്ക് ചെയ്യാൻ. ഈ അന്നത്തെ ഈ സീരിയൽസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയം എന്ന് പറയുമ്പോൾ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളായിരിക്കുമല്ലോ മൊത്തത്തിൽ. അതിന്നാണോ ഈ ഒരു ഭയങ്കര വർക്ക് ഹോളിക് എന്നുള്ളൊരു സാധനം വന്നത്? അല്ല, ഞാൻ ആദ്യം മുതലേ ഞാൻ മേ ബി അതെൻ്റെ ഒരു ജനിച്ചപ്പോൾ മുതൽ അങ്ങനെയായിരുന്നു പറയാം. എല്ലാ മേഖലകളിലും ഒന്ന് കൈവയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികളിലേക്ക് എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ബേസിക് ആറ്റിറ്റ്യൂഡുണ്ട് പൊതുവേ ഉള്ളത്. മേ ബി അത് തന്നെ ആയിരിക്കും ഞാനിങ്ങനെ എന്നെ ഇങ്ങനെ
നയിച്ചുകൊണ്ടിരിക്കുന്നൊരു എനർജിയും അത് തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അന്ന് ചെണ്ട കൂട്ടുന്ന എൻ്റെ അച്ഛൻ തായമ്പക വിദ്വാനൊക്കെയാണ്, കഥകളി കൂട്ടുന്ന സദനം വാസ്തു എന്ന പേര്. അപ്പോൾ അദ്ദേഹം എന്നെ പഠിപ്പിച്ചത് ചെണ്ടയാണ്. അപ്പോൾ ചെണ്ട കൊട്ടുകയും അവിടെ അച്ഛൻ്റെ കൂട്ടത്തിൽ പഠിക്കാൻ വരുന്ന കുട്ടികളെ കൊട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നൊരു പ്രവണതയുണ്ട്. അപ്പോൾ അത് സമയമുണ്ട്. ദെൻ ഞാൻ അന്ന് കുറച്ചുകൂടി നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. മറ്റേ മറ്റേ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളുണ്ടായിരുന്നു. ദെൻ ഡ്രാമ ഉണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ കോളേജ് ടൈമും ഉണ്ട്, കളികളുമുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇത്രയും നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് നല്ല ടൈം നമ്മൾ മാനേജ് ചെയ്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരുമല്ലോ. അന്ന് മുതലൊക്കെ തന്നെ അങ്ങനെ ഒരു പ്രവണതയുണ്ട് പൊതുവെ. ഓക്കെ. ഇപ്പം നാദർഷയുടെ പടത്തിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, മാജിക് മഷ്റൂം. ഇതിന് മുൻപ് നാദർഷയുടെ കൂടെ വർക്ക് ചെയ്തിരുന്നു അമർ അക്ബർ അന്തോണി. എനിക്ക് സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടമാണ് അമർ അക്ബർ അന്തോണി. എന്താണെന്ന് അറിയില്ല, അത് കാണുമ്പോൾ നല്ല രസം. കാര്യം സാറിൻ്റെ മിക്ക പടങ്ങളിലെ ഓരോ സീനും മീമായിട്ട് മാറിയിട്ടുണ്ട്. സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അല്ല, ഉണ്ടാവും. ഇപ്പം അത് എൻ്റെ സിനിമാറ്റോഗ്രാഫി കൊണ്ടല്ല കേട്ടോ. അതിൻ്റെ ഒരു 3 ആർട്ടിസ്റ്റുകളുള്ളത് 3 നല്ല ആർട്ടിസ്റ്റുകളായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് ഭയങ്കര രസമുണ്ടായിരുന്നു, അതിനകത്ത് നല്ല തമാശകളുണ്ടായിരുന്നു. പിന്നെ അത് പറഞ്ഞൊരു വിഷയം ഭയങ്കര സീരിയസ് ആയിട്ടൊരു വിഷയമായിരുന്നു. അന്നത്തെ കാലത്ത് വളരെ സീരിയസ് ആയിട്ടൊരു വിഷയമായിരുന്നു. അപ്പോൾ ഇത്രയും ഒരു ചേരുവ അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ആ സിനിമ. അതല്ലാതെ 4 ലൈറ്റ് വെച്ചാൽ ഒരു സിനിമയും സക്സസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പൊതുവെ ഒരു പുതിയ സെറ്റിൽ പോകുന്ന സമയത്ത് ഒബ്വിയസ്ലി പ്രീ പ്രൊഡക്ഷൻ്റെ സമയത്ത് യു ബോണ്ട് വിത്ത് ദ ടീം. ബട്ട് എന്നാലും ഈ ഒരു ക്യാമറ റോൾ ചെയ്യുന്ന സമയത്ത് ഒറ്റയടിക്ക് ആ ഒരു പടമായിട്ട് ലയിക്കുന്ന ആളാണോ, അതോ കുറച്ച് ടൈമൊക്കെ എടുത്തിട്ട് എന്താ പറയുക ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കുന്ന ആളാണോ? പലതരത്തിൽ അതിൻ്റെ പ്രോസസ്സ് ഉണ്ടാകും. കാരണം ചില സിനിമകൾ ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ഹോംവർക്ക് ചെയ്യണം. ചില സിനിമകൾക്ക് അത്രയും ഹോംവർക്ക് വേണ്ടി വരില്ല. എന്നാലും നമ്മൾ മനസ്സിലോട്ടൊരു പരിപാടി ഉണ്ടാക്കിയതിന് ശേഷമേ നമുക്ക് ലൊക്കേഷനിൽ എത്തിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് നമ്മുടെ മനസ്സിൽ ഒരുപാട് നടക്കും. മറ്റത് ചില സിനിമകൾ ടെക്നിക്കലി ടോട്ടലി നമ്മൾ ഇൻവോൾവായി വേറൊരു തരത്തിലായിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സ് രണ്ടാണ്. ഇപ്പം അമർ അക്ബർ അന്തോണിക്ക് അത്ര പ്രോസസ്സിൻ്റെ ആവശ്യമില്ല. പക്ഷേ അനാർക്കലി ചെയ്തപ്പോൾ എനിക്ക് ആ പ്രോസസ്സ് ഭീകരമായിരുന്നു. കാര്യം ഞാൻ അറിയാത്തൊരു ലൊക്കേഷൻ, അവിടെ പോയി അതെങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള അണ്ടർ വാട്ടർ സ്കീമിങ്സ്, പിന്നെ അതിനകത്തൊരു സിംഗിൾ ഷോട്ട് വളരെ നേരത്തെ സച്ചി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെ നമുക്കിതുപോലെ എല്ലാ എക്യുപ്മെൻറ്റ്സും അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല, ലക്ഷദ്വീപിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ അതിനകത്ത് ടോട്ടലി നമ്മൾ ആ പ്ലേസിനെ കുറിച്ച് പഠിക്കുക, അതിൻ്റെ ഒരു ബാക്കിയുള്ള സാധനങ്ങളുടെ എങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാം എന്നുള്ളൊരു കൃത്യം ഫോമിൽ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ അതിനകത്ത് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. മറ്റത് നമുക്കറിയാം, പക്ഷെ നമുക്ക് എന്നാൽ നമ്മൾ മനസ്സിലിട്ടിട്ട് ഓക്കെ നമുക്ക് പുതിയൊരു സാധനം എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ലൈറ്റൊക്കെ ഒന്ന് പുറകിൽ വെച്ച് കുറച്ച് ഒരു ഗോൾഡൻ വാം മൂഡിലൊക്കെ അത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഗോൾഡൻ വാം മൂഡിൽ ചെയ്യണമെങ്കിൽ നമ്മൾ വളരെ നേരത്തെ ആലോചിക്കണം. കോസ്റ്റ്യൂം ഇതായിരിക്കണം, എന്ത് തരത്തിലുള്ള ഇത് ചെക്ക് ചെയ്യണം. അപ്പം മേക്കപ്പ് ഡിപ്പാർട്ട്മെൻ്റ് അടുത്ത് വരെ നമ്മൾ പറയണം, എനിക്ക് കുറച്ചൊരു വാമിഷ് ടോണിലേക്ക് വരണം എന്ന് പറയണം. ബാക്ക് ലൈറ്റ്സ് കൂടുതലുള്ള സമയത്താണ് നമുക്ക് ഷൂട്ട് ചെയ്യുക. ഇങ്ങനെ കുറേ പ്രോസസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു സിനിമയിലേക്ക് ഇൻവോൾവ് ആകുമ്പോൾ നമുക്ക് സംഭവിക്കേണ്ടതാണ്. അത് ഡിപ്പെൻഡ്സ് ഓൺ സ്ക്രിപ്റ്റ്സ്, ഡിപ്പെൻഡ്സ് ഓൺ ലൊക്കേഷൻ, ഡിപ്പെൻഡ്സ് ഓൺ ഫിലിംസ്. ഇപ്പം ഈ അനാർക്കലി മൂവി മെൻഷൻ ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, അവിടെ ലക്ഷദ്വീപ് ഭരണകൂടത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് പൃഥ്വിരാജ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ ഒരു സ്ഥലത്തിനോടുള്ള അനാർക്കലി ഷൂട്ട് ചെയ്ത ഒരു കുറച്ച് എനിക്ക് തോന്നുന്നു 1 year or something ഇറ്റ് ഹാപ്പൻഡ്. ആൻഡ് ദെൻ പുള്ളിക്കാരൻ ഒരു പോസ്റ്റ് ചെയ്തു, അതായത് ആ സ്ഥലത്തിനോടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിൻ്റെ പുറത്ത് ഹീസ് ഫീലിംഗ് ദാറ്റ് പെയിൻ എന്ന് പറഞ്ഞിട്ട്. സോ സുജിത് സർ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആവുന്ന ആളാണോ? ഉറപ്പായിട്ടും ആവും, അതെല്ലാവരും ആവും. കാര്യം നമ്മൾ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമ്മളതിൻ്റെ കഥാപാത്രങ്ങളൊന്ന് സ്നേഹിക്കും, ആ ചുറ്റുവട്ടം നമ്മളൊന്ന് സ്നേഹിക്കും. ആ സ്നേഹമാണ് പലപ്പോഴും നമ്മളുടെ റിസൾട്ട് റിഫ്ലക്റ്റ് ചെയ്യുക. അത് മിക്കവാറും നല്ല പരിപാടികളെല്ലാം സംഭവിക്കുന്നത് അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അതിനകത്തൊരു ഇൻവോൾവ്മെൻ്റ് ഇല്ല എന്നുള്ളത് തന്നെയാണ് ശരിക്കും സീരിയസ് ആയിട്ട് അതിൻ്റെ ഒരു ഫാക്റ്റ്. ആ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മളതിനെ ഇപ്പം നമ്മളെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളിങ്ങനെ സ്നേഹിക്കും, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെ നമ്മളിങ്ങനെ സ്നേഹിക്കും. അതുപോലെ നമ്മളൊന്ന് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എല്ലാം വളരെ രസകരമായ
സിറ്റുവേഷൻസിലേക്ക് വരും. ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു സമയത്ത് അവിടെ പോകുമ്പോഴുണ്ടല്ലോ, അപ്പോൾ ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്ത് ഇവിടെ ക്യാമറ വെച്ചാൽ നമ്മൾ അന്ന് ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചു. ഇതൊരു ഇതെന്തുകൊണ്ടാണ് നമുക്ക് ആ മെമ്മറീസ് ഒരിക്കലും മനസ്സിൽ നിന്ന് പോകാത്തതുകൊണ്ടാണ് നമ്മൾ അതിന് അത്ര ഓക്കെ ഇവിടെ ഒരു സംഭവം ഉണ്ട് അവിടെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പല സ്ഥലത്തും ഓടി നടന്ന് ഫ്രെയിംസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ലൈറ്റ് അവിടെ നിന്ന് അങ്ങനെയാണ് ഇവിടെ വെച്ചാൽ അങ്ങനെ, ഇവിടെ നമുക്ക് വേറൊരു പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്യാമല്ലോ, അപ്പോൾ മറ്റേ പ്രോപ്പർട്ടി ഈ കഥയ്ക്ക് ഇത് അനുയോജ്യമാണെങ്കിൽ ആ പ്രോപ്പർട്ടി കൂടെ കൊണ്ടുപോകാൻ നമുക്ക്. അപ്പോൾ ഇതൊരു ഭയങ്കര രസമുള്ള പ്രോസസ്സായിട്ട് മാറും. സോ അനാർക്കലി മൂവിനെ പറ്റി നമ്മളിപ്പോൾ മെൻഷൻ ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് കഴിഞ്ഞ ദിവസം ബിജു മേനോൻ സാറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ലൈക്ക് ഒരു സിനിമാറ്റോഗ്രാഫറുടെ രീതിയിൽ നോക്കുമ്പോൾ ആ ഒരു ആർട്ടിസ്റ്റ് നിങ്ങളെ എങ്ങനെയാണ് അമ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് പലപ്പോഴും ക്യാമറയുടെ പുറകിൽ നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരിക്കലും അത് ബിജുമേനോ പൃഥ്വിരാജോ അല്ലെങ്കിൽ ലാൽസാറൊന്നുമല്ല. അതിനകത്ത് ആരാണോ എൻ്റെ ക്യാരക്ടർ അതായിരിക്കും നമ്മുടെ കൂടുതൽ മുമ്പിൽ നിൽക്കുന്നത്. കട്ട് പറയുമ്പോഴാണ് അതൊരു ബിജുമേനോ അല്ലെങ്കിൽ പൃഥ്വിരാജ് അല്ലെങ്കിൽ ലാൽസാറൊക്കെ ആകുന്നത്. ഞാൻ ക്യാമറ അസിസ്റ്റൻ്റായിരിക്കുമ്പോൾ മുതൽ എനിക്ക് പരിചയമുള്ള ഒരു കക്ഷിയാണ് പുള്ളി. അന്ന് സീരിയൽസ് 1-2 ചെയ്തിരുന്നല്ലോ പുള്ളി. അതിലൊരെണ്ണത്തിൽ ഞാൻ എൻ്റെ ക്യാമറ അസിസ്റ്റൻ്റായിരുന്നു. എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ദിവസങ്ങളെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് അതിൻ്റെ പൈലറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. വളരെ കുറച്ച് ദിവസങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു 8-10 ദിവസം മാക്സ്. പക്ഷേ 8-10 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിയെ പിന്നെ കാണുന്നത് പുള്ളി സിനിമയിലെത്തി, പുള്ളിക്കൊരു സ്റ്റാർഡം ഒന്നുണ്ടായി. അതിനുശേഷം ഞാൻ പുള്ളിയെ കാണുന്നു. പുള്ളി എന്നെ അതായത് ഒരു 7 വർഷത്തിന് ശേഷം കാണുന്നു. പുള്ളി അന്ന് എന്നോട് എങ്ങനെ പെരുമാറിയോ അതേ വാമത്തിൽ എന്നോട് തിരിച്ച് പെരുമാറിയ ഒരു കക്ഷിയാണ്. അത് പുള്ളിക്ക് എന്നെ മനസ്സിലാകും എന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ ഓൺ സ്പോട്ട് എടാ നീ എവിടെയായിരുന്നു, എത്ര കാലം നിന്നെ കണ്ടിട്ട് എന്ന് പറഞ്ഞൊരു വാമത്തിൽ എൻ്റെ അടുത്ത് പെരുമാറുകയും ഇതൊക്കെയാണ് പരിപാടി. ഞാൻ പറഞ്ഞു ഇങ്ങനെ സിനിമയിൽ വരാൻ, വാ നീ സിനിമയിലേക്ക് വരണം പിന്നെന്താ എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്ത് ആ വാമത്ത് ഇന്നും ഞാനും ബിജുവേട്ടനുമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പൃഥ്വിരാജിനെ മെൻഷൻ ചെയ്യാതെ ഈ ഒരു കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്, യു ഗൈസ് ഗോ വേ ബാക്ക്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാറിൻ്റെ ഡയറക്ടറൽ ഡെബ്യൂ ജെയിംസ് ആൻഡ് ആലിസിൽ സാർ പൃഥ്വിരാജിനെ നായകനാക്കി. പുള്ളിയുടെ ഡയറക്ടറൽ ഡെബ്യൂവിൽ സുജിത് വാസുദേവൻ ആൻഡ് ദാറ്റ് വാസ് എ ഹ്യൂജ് ഹിറ്റ്. ലൈക്ക് ലൂസിഫർ മോഹൻലാലിൻ്റെ ഒരു കംബാക്ക് വന്നൊരു പടമായിരുന്നു. അപ്പോൾ ആ ഒരു ക്രിയേറ്റീവ് ട്രസ്റ്റ് എന്താണ് നിങ്ങൾ തമ്മിലുള്ള ക്രിയേറ്റീവ് ട്രസ്റ്റ്? വീണ്ടും സിനിമകൾ തുറന്ന് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ക്രിയേറ്റീവ് ട്രസ്റ്റ്. അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു രാജുവിനെ വെച്ചിട്ട് രാജുവിൻ്റെ സിനിമ ലൈഫിൽ ഏറ്റവും കൂടുതൽ സിനിമാറ്റോഗ്രാഫി ചെയ്തത് മേ ബി ഞാനായിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു 15 കൊണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ എനിക്കെന്തെങ്കിലും പറ്റിയിട്ട് ഞാൻ രാജുവിനെ നോക്കിയാൽ, രാജുവിന് എന്തെങ്കിലും പറ്റിയിട്ട് രാജു എന്നെ നോക്കിയാൽ എനിക്ക് മനസ്സിലാവും നമുക്ക് വൺ മോർ എന്ന് പരസ്പരം ഒന്നും പറയാതെ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ അത് ശരിയായില്ല എന്ന് ശരിയായതാണെങ്കിൽ ഇപ്പം പോയി കെട്ടിപ്പിടിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ശരിയായതാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പം അതിനകത്ത് വാവ് ഒന്നും നമുക്ക് പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അതെവിടെ നിന്ന് കിട്ടുന്നു. അത് ഇപ്പം അതാണ് അതിൻ്റെ ഒരു മീറ്റർ. അതെ, ബ്രദർഹുഡ് ഡെഫിനറ്റ്ലി ഉണ്ട്. യെസ്, ബ്രദർഹുഡ് ഡെഫിനറ്റ്ലി ഉണ്ട്. നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, നല്ലൊരു ബ്രദർഹുഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാനത് ഇതുവരെയും മിസ്യൂസ് ചെയ്തിട്ടില്ല, ഇനിയും ഞാൻ മിസ്യൂസ് ചെയ്യില്ല. ഇപ്പോൾ പുള്ളി ഭയങ്കരമായിട്ടൊരു ടെക്നീഷ്യൻ അത്രയും ഹൈപ്പ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ടുള്ളത് സുജിത് വാസുദേവനെ കുറിച്ചാണ്. എപ്പോഴും പറയും ഒരു ഇൻ്റർനാഷണൽ ടച്ച് ഉള്ള ഒരു സിനിമാറ്റോഗ്രാഫറാണ്, ആൾക്ക് നിങ്ങളുടെ എസ്തെറ്റിക്സ് ഭയങ്കര ഇഷ്ടമാണെന്ന് എപ്പോഴും പറയാറുണ്ട്. പുള്ളിക്ക് നുണ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചിട്ടാ. അല്ല, അതിലുപരി രാജു എന്നെക്കുറിച്ച് മാത്രമല്ല കേട്ടോ, രാജു ഒരുപാട് പേരെ കുറിച്ച് അത് പറയാറുണ്ട്. അത് രാജുവിൻ്റെ ഒരു ഭയങ്കര ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് മറ്റ് സിനിമാറ്റോഗ്രാഫേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ മേ ബി അത് ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ വേറെ പുള്ളി വർക്ക് ചെയ്തിട്ടുള്ള വേറെ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ പുള്ളി വാദോടെ സംസാരിക്കും. ടെക്നിക്കൽ സൈഡിനെ കുറിച്ചിട്ട് വാദോടെ സംസാരിക്കും. അന്ന് അവിടെ ഉപയോഗിച്ച ലെൻസിങ്ങിനെ കുറിച്ചിട്ട്, പുതിയ ലൈറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട്, പുതിയ എന്തെങ്കിലും ടെക്നിക്കൽ എക്യുപ്മെൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട്. അപ്പം ഇതൊരു അതാണ് എൻ്റെ ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വീട്ടുകാര്യങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കുന്നത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് നിന്നിട്ടുമില്ല എന്ന് തോന്നുന്നു എനിക്ക്.
സിനിമകളെക്കുറിച്ച് സംസാരിക്കുക. അപ്പം പുതിയ ടെക്നോളജി വരും, പുതിയ ആൾക്കാർ വരും, അവരെന്ത് ബിഹേവ് ചെയ്യും, അവരെങ്ങനെ അത് കാണും, അവരുടെ പെർസ്പെക്റ്റീവ് എന്താണ് ആ സിനിമയെക്കുറിച്ചിട്ട്. ഇതിപ്പോൾ നമ്മൾ ഇപ്പം ഒരു ആക്ടർ പുതിയതായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിരുന്ന് സംസാരിക്കുന്ന ഒരു സദസ്സിൽ അയാൾ നന്നായിട്ടെന്ന് പറഞ്ഞാൽ പുള്ളി അത് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ അതിനകത്തൊരു ഈഗോ അടിക്കുന്ന കക്ഷി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്തും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടും. സർ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു സീൻ നാളെ ഷൂട്ട് ചെയ്യാം, ആ തരത്തിൽ എക്സൈറ്റഡ് ആയിട്ട് പോയിട്ട് ഷൂട്ട് ചെയ്തൊരു സീൻ ഏതാണെന്ന് ഓർമ്മയുണ്ട് സർ? അതിനെക്കുറിച്ച് കുറേയധികം പറയാം. കുറേയധികം സിനിമകളുടെ കുറേയധികം സീക്വൻസുകളുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ടാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എംപുരാനിലെ പല സീക്വൻസുകളും നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. എസ്പെഷ്യലി ആ മറ്റേ ലഡാക്കിലെ ഇതിൽ കൂടി വണ്ടികളുടെ ചേസും അതിൻ്റെ ഒരു ഇതും 3 ചോപ്പർ വന്ന് നിൽക്കുന്ന സീനും അതിൻ്റെ ഒരു ഫയർ മൂഡും ഒക്കെ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. നമ്മളൊരു ആദ്യത്തെ ഫസ്റ്റ് ഷെഡ്യൂളിൽ ഷൂട്ട് ചെയ്തൊരു സീക്വൻസ്. കാര്യം ലാൽ സാറിൻ്റെ മുഖം കാണിക്കാൻ പാടില്ല. പക്ഷേ ലാൽ സാറായതുകൊണ്ട് വെറുതെ സിലബട്ടിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു രോമാഞ്ചം ഉണ്ടാവും. അപ്പോൾ അത് നമുക്കറിയാം അതെങ്ങനെയായിരിക്കുമെന്ന്. അപ്പോൾ ആദ്യം അവിടെ ഇരുട്ടായിരിക്കണം, അങ്ങനെ ഒരു ക്രിയേറ്റീവ് സ്പേസ് അവിടെ വേണം. അങ്ങനെ നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്യണം. മറ്റേത് നമുക്ക് എപ്പോഴും മൂൺലൈറ്റൊക്കെ വെച്ച് നമുക്ക് കാടൊക്കെ നമുക്ക് മൊത്തത്തിൽ കാണിക്കാം. പക്ഷേ ഇതിനകത്ത് അങ്ങനെ പറ്റത്തുമില്ല. എന്നാൽ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം വിസിബിൾ ആകുകയും വേണം. അപ്പോൾ അതൊരു ചലഞ്ചിങ് പ്രോസസ്സായിരുന്നു. എനിക്ക് അനാർക്കലി പക്ഷേ വേറൊരു തരത്തിലാണ് എക്സൈറ്റ്മെൻറ്റ്. കാര്യം എനിക്ക് വെള്ളം പേടിയാണ്. ഞാൻ നീന്തലോ പിടിക്കലോ ഒന്നും എനിക്ക് ഇപ്പോഴും സ്വിമ്മിംഗ് പൂളിൽ നീന്താം എന്നുള്ളതല്ലാതെ ഒഴുക്കിൽ അങ്ങോട്ട് ഇട്ടാൽ ഏതെങ്കിലും പുഴയിലൊക്കെ ഇട്ടാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരുമെന്ന് കണ്ടറിയണം. ഒഴുക്കിനെതിരെ നീന്താൻ അറിയില്ല, ഒഴുക്കിൻ്റെ കൂട്ടത്തിൽ നീന്തുകയാണ് ഇപ്പോൾ. അങ്ങനെയാണ് അതേ നമുക്ക് നടക്കുള്ളൂ. പക്ഷേ ആ നീന്തലറിയാത്ത വെള്ളത്തിൻ്റെ പേടിയുള്ള ഞാൻ കടലിനകത്ത് പോയി കുറേ അധികം ഡെപ്തിലേക്ക് പോയി ക്യാമറ വെച്ച് നിന്ന് അവരൊക്കെ മുകളിൽ നിന്ന് ചാടുന്നതൊക്കെ ഷൂട്ട് ചെയ്യുകയെന്ന് പറയുന്നത് എനിക്കൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തു. ഞാനും രാജും ഡൈവൊക്കെ പ്രാക്ടീസ് ചെയ്തു. ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് ടെസ്റ്റൊക്കെ എഴുതി പ്രാക്ടീസ് ചെയ്ത് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി. അങ്ങനെ പോയി ഷൂട്ട് ചെയ്ത് നമ്മുടെ ഒരു ക്യാമറയും റിഗും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് സെറ്റാക്കി ഷൂട്ട് ചെയ്തൊരു സാധനം. അപ്പോൾ അത് എന്ന് ഷൂട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞൊരു പ്രോസസ്സ് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ അതിനകത്തുള്ള വേറെ കുറേ സീക്വൻസുകൾ ഷൂട്ട് ചെയ്യുന്നതാണ്. അതായത് ഒരു കണ്ടിന്യൂസ് ഒരു ലെങ്തി ഷോട്ടുണ്ട് അതിനകത്ത്. രാജു തലേദിവസം മറ്റേ ഇത് ശ്വസിച്ചിട്ട് അഫക്റ്റഡായി കിടക്കുകയും ബിജുമാൻ അതൊന്നും അറിയാതെ ഒരു ഫേക്കാണെന്ന് പറയുകയും എന്നിട്ട് അവസാനം തിരിച്ചറിയുകയും എന്നിട്ട് അതിനടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നൊരു സീക്വൻസാണ്. അത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അത് സച്ചി ആദ്യം വളരെ നേരത്തെ സ്ക്രിപ്റ്റ് ആദ്യം പറയുമ്പോൾ എനിക്ക് ഈ സീൻ ഇങ്ങനെ വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനന്ന് ഗിംബലൊന്നും ഇല്ല ഇവിടെ കേരളത്തിൽ. അപ്പോൾ ഗിംബൽ അതിനുവേണ്ടി മാത്രം വിളിക്കാൻ അത് ട്രാവലിങ്ങിൻ്റെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇവിടുന്ന് പെർമിഷൻ വേണം. അപ്പോൾ ആ എക്യുപ്മെൻ്റ് അവിടെ അന്നത്തെ ദിവസം ചിലപ്പോൾ എത്തത്തില്ല, ഷിപ്പ് ലേറ്റ് ആണെങ്കിൽ എത്തത്തില്ല, അങ്ങനെ കുറേ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ആ എക്യുപ്മെൻ്റ് അവിടെ നേരത്തെ വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുകയും അത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് ദിവസം വേണ്ട. അപ്പോൾ റെൻറ്റിനെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനൊരെണ്ണം മേടിച്ചു. ആ എക്യുപ്മെൻറ്റ് ഞാൻ മേടിക്കുന്നത് ആ സിനിമയോടുള്ള എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ അന്വേഷണം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അപ്പോൾ അതിന് ഒരു ചെറിയ ക്യാമറ മേടിച്ചു. പാനസോണിക്കിൻ്റെ G5 എന്ന് പറഞ്ഞൊരു ക്യാമറ മേടിച്ചു. കുറച്ച് ലെൻസസൊക്കെ മേടിച്ചു. അത് ആ സിനിമയ്ക്ക് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. കാര്യം അത് ഒരു ഹോസ്പിറ്റൽ ഒരു വേറൊരു ഫീല് വരണം എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടി ക്ലോസറായിട്ടൊരു ലൈഫിൻ്റെ അടുത്തൊരു ഫീൽ വരണം, അല്ലെങ്കിൽ കുറച്ചുകൂടി കോമ്പാക്റ്റ് ആയിട്ടൊരു ഫീൽ വരണം. ഹോസ്പിറ്റലിൻ്റെ ലൈറ്റിൻ്റെ ഒരു അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വേറൊരു ഫീലില്ലേ ഉള്ളത്. ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി നമുക്കൊന്നിനും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു സാധനമൊക്കെ വരണം. അങ്ങനെ കുറേ നമുക്ക് ജനത്തിനറിയാവോ എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഒരു പ്രത്യേകത, ഒരു വ്യത്യാസം ഇതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിലൊരു ഫീല് കൊടുക്കണം. അപ്പം അങ്ങനെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എസ്ര ചെയ്യുമ്പോൾ എസ്രയ്ക്ക് ടോട്ടലി ഒരു ഗ്രെയിനി ഫീൽ നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം, അതെങ്ങനെ കൊണ്ടുവരണം, അതിൻ്റെ ഒരു കാര്യം. ഇപ്പോൾ അതിനകത്ത് വേണ്ടത് ഭയമാണ്. നല്ല ബ്രൈറ്റായിട്ടിരിക്കുന്നൊരു പ്രദേശത്ത് നമുക്ക് ഭയം ഉണ്ടാകാൻ സാധ്യത കുറവാണ്.
പക്ഷേ ഇരുട്ടുള്ള സ്ഥലത്ത് പെട്ടെന്ന് ഭയം വരികയും ചെയ്യും. നമ്മൾ പണ്ടൊക്കെ ടി വി ഓഫ് ആകുമ്പോൾ ഒരു ഗ്രെയിൻസ് ഉണ്ടാവും. ആ ഗ്രെയിൻസ് കാണുമ്പോൾ എത്ര വെളിച്ചം ഉണ്ടെങ്കിലും നമുക്കൊരു ചെറിയ വീഡിയോ അതിൻ്റെ ഒരു സൗണ്ടുമൊക്കെ ആ ഗ്രെയിൻസ് അത് ഒരു അവ്യക്തത ഉണ്ടെങ്കിലാണ് അത് കുറച്ചുകൂടി ഫിയർ ഫാക്ടർ കൂടുക. അപ്പോൾ അതങ്ങനെ കുറച്ച് വേറെ തരത്തിലുണ്ടാക്കാം. അതൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഒരു സബ്ജക്റ്റ് ഷൂട്ട് ചെയ്യപ്പെടുക, അതിൻ്റെ വാല്യൂ കൊടുക്കുക, റെസ്പെക്റ്റ് കൊടുക്കുക. ഒരു ഡയറക്ടർ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് അതുപോലെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എപ്പോഴും കൂടുതലുള്ളത്. അല്ലാതെ എങ്ങനെ ഏതൊക്കെ ഫോർമാറ്റിലേക്ക് നമ്മൾ ആൾക്കാരുടെ മുമ്പിൽ എത്തിക്കുന്നു എന്നുള്ളത് എൻ്റെ രണ്ടാമത്തെ ചിന്തയിലുള്ള കാര്യമേ ഉള്ളൂ. അതുമൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ വലിയ കാര്യം, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാൻ അതിനെ കണക്കാക്കുന്നില്ല. പക്ഷേ ഫൈൻ, നമ്മൾ പുതിയ ടെക്നോളജീസ് വരുന്നു. ഇപ്പോൾ എപ്പിക് ഉണ്ട്, സിനിവിഷൻ ഉണ്ട്, ദെൻ മറ്റേ ഇതുണ്ട്, നമ്മുടെ ഈ പറഞ്ഞ പോലെ ഐമാക്സ് ഉണ്ട്. ഇതിലേക്കൊക്കെ ആൾക്കാർ മേ ബി അടുത്തൊരു പ്രോസസ്സ് എന്തായിരിക്കാം, മാറുമല്ലോ. ഡെഫിനറ്റ്ലി ഇതിനകത്ത് ചേഞ്ചസ് വരുമല്ലോ. സിൽവർ സ്ക്രീൻസിൽ മുമ്പ് നമ്മൾ സിൽവർ സ്ക്രീൻസ് എന്ന് പറയും, ഇപ്പം നമുക്ക് പ്യൂർലി സിൽവർ സ്ക്രീൻസ് ഉണ്ട്. നമുക്ക് അല്ലാത്ത ഫോർമാറ്റുള്ള സ്ക്രീൻസ് ഉണ്ട്. റേഷ്യോസ് ഇഷ്ടംപോലെ വ്യത്യാസമുള്ള സ്ക്രീൻസ് ഉണ്ട്. അതിനൊന്നും പ്രത്യേകിച്ച് ഓരോ പ്രത്യേകം എക്സൈറ്റ്മെൻ്റ് കാര്യമൊന്നുമില്ല. ഫിലിം ഈസ് ഫിലിം, വൺസ് റിലീസ്ഡ്. ഇപ്പം വേണ്ടത്ര റെക്കഗ്നിഷൻ കിട്ടിയില്ല എന്ന് കരുതുന്നൊരു വർക്ക് ഉണ്ടോ? ഒരുപാട് വർക്കുകളുണ്ട്. ചില നാഷണൽ അവാർഡ്സ് നമ്മളെ കടന്ന്, സ്റ്റേറ്റ് അവാർഡ്സ് നമ്മളെ കടന്ന്, ക്രിട്ടിക്കൽ അവാർഡ്സ് നമ്മളെ കടന്ന്, ചെറിയ അവാർഡ്സ്, മറ്റ് ചെറിയ അവാർഡ്സ് നമ്മളെ കടന്ന് പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും, അയ്യോ ഇത് മറ്റത് കുറച്ചുകൂടി നല്ലതായിരുന്നു എന്ന് തോന്നും. നമ്മൾ ചെയ്തത് കുറച്ചുകൂടി അപ്പുറത്തുണ്ടായിരുന്നു, പക്ഷെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല. ഫൈൻ, അവിടെ ഉണ്ടാകുന്ന ഒരു 6-8 പേരടങ്ങുന്നൊരു ജഡ്ജിങ് പാനലിൻ്റെ തീരുമാനമാണ്. അവർക്ക് സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളും മറ്റ് പല കാര്യങ്ങളും ഉണ്ടാകാം. അതുകൊണ്ടും കൂടിയാണ് അത് സംഭവിക്കുന്നത്. അല്ലാതെ എല്ലാ സമയത്തും ഒരു ഭയങ്കര നല്ല ഏറ്റവും നല്ലതെന്ന് തോന്നുന്നതിനല്ല എന്ന് തോന്നുന്നു പലപ്പോഴും ഈ അവാർഡ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അവാർഡ് കിട്ടാത്തതിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു റെക്കഗ്നിഷൻ കിട്ടാത്തതിനല്ല എനിക്ക് പരാതി. പകരം ഇപ്പോൾ എനിക്ക് ഞാൻ ഒരുപാട് മെനക്കെട്ട് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. അതിനാരും എവിടെയും മൈൻഡ് ചെയ്തില്ല. അവാർഡ്സിന് ഓഫ്കോഴ്സ് അവാർഡ്സിന് മൈൻഡ് ചെയ്തില്ല. അതിനെക്കുറിച്ച് അധികം ചർച്ചകളും വന്നില്ല. പക്ഷേ ഇപ്പോൾ പലരും, ഞാൻ ഇവിടെ പോയപ്പോൾ തെലുങ്കിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ പലരും എസ്രയെ കുറിച്ചിട്ട് ഭയങ്കര വാദപരമായി സംസാരിക്കുന്നുണ്ട്. മലയാളികൾ എൻ്റെ അടുത്ത് അത് പറഞ്ഞിട്ടേ ഇല്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ പോലും അതിനെക്കുറിച്ചിട്ട് എന്നെ വിളിച്ച് സംസാരിച്ച ഒരു കക്ഷിയുമില്ല. പക്ഷേ എസ്ര നല്ല വർക്കായിരുന്നു എന്നാണ് എൻ്റെ ധാരണ. എസ്ര കുറച്ചുകൂടി ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ടോൺസും എല്ലാം കൊണ്ടും, എൻ്റെ കോസ്റ്റ്യൂംസ് ആയാലും, എൻ്റെ മറ്റേ എല്ലാ പാൽസ് ആയാലും, ആർട്ടായാലും, ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആയാലും ഒക്കെ JK അതൊരു ഭയങ്കര നല്ല രസകരമായിട്ട് ക്ലബ് ചെയ്തൊരു JK ഡയറക്ടർ ക്ലബ് ചെയ്തൊരു പ്രോസസ്സാണ്. അപ്പോൾ അത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിരുന്നൊരു പ്രോസസ്സാണ്. കുറേയധികം പുതിയ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റേതായ റെക്കഗ്നിഷൻ കുറച്ച് ആൾക്കാർ പറയുന്നുള്ളതല്ല, അതിൻ്റേതായ റെക്കഗ്നിഷൻ കിട്ടിയിട്ടില്ല. 7th വേറൊരു സ്റ്റൈലിംഗ് വർക്കാണ്, അതിന് കിട്ടിയിട്ടില്ല. പിന്നെ ഓഫ്കോഴ്സ് ലൂസിഫർ ഒരു നല്ല അന്നത്തെ സമയത്തൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തൊരു വർക്കാണ്. അതിന് ഇതുപോലെ റെക്കഗ്നിഷൻ കിട്ടിയിട്ടില്ല. ഡെഫിനറ്റ്ലി എമ്പുരാൻ ഒരു ഇൻ്റർനാഷണൽ സ്കെയിൽ മീറ്റ് ചെയ്യുന്നൊരു വർക്കാണ്. അതിനെവിടെയും റെക്കഗ്നിഷൻ കിട്ടിയിട്ടില്ല. അങ്ങനെ പോകുന്നു. ജെയിംസ് ആൻഡ് ആലീസിൽ കുറേ അധികം നല്ല പരിപാടികളുണ്ടായിരുന്നു. അതിനോട് റെക്കഗ്നിഷൻ കിട്ടിയിട്ടില്ല. അതിന് ഒരു ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ അവാർഡ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ഈ വർഷത്തെ നാഷണൽ അവാർഡ്സ് ഭയങ്കര സിനിമാറ്റോഗ്രാഫേഴ്സ് ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ആകെ മൊത്തത്തിൽ ഡിസപ്പോയിൻറ്റഡ് ആയി പോയൊരു അവാർഡ്സ് ആയിരുന്നു നാഷണൽ അവാർഡ്സിൽ കൊടുത്തിരുന്നത്. മൊത്തത്തിലൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. തീർച്ചയായിട്ടും വളരെ റെയർ കക്ഷികളെ ഉള്ളൂ അതിനകത്ത് ഭയങ്കര ഡിസേർവ്ഡ് ആയിട്ടുള്ളത്. അത് നമ്മൾ സംഭവിക്കുന്നത് ഡിസേർവ്ഡ് ആണ്. സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഡിസേർവ്ഡ് ആണ്, ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഡിസേർവ്ഡ് ആണ്. അങ്ങനെയുള്ള പിന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ വിജയരാഘവൻ ചേട്ടനൊക്കെ വെൽ ഡിസേർവ്ഡ് ആണ്.
ഇപ്പം പക്ഷേ ഡിസേർവ് ചെയ്ത കുറേ അധികം ആൾക്കാർക്ക് അത് വേറെ മറ്റ് പല മേഖലകളിലും കിട്ടിയിട്ടുമില്ല. അതിനകത്ത് സിനിമാറ്റോഗ്രാഫി, എസ്പെഷ്യലി സിനിമാറ്റോഗ്രാഫി നല്ല സിനിമ എന്നൊക്കെ പറയുന്നത് അതൊരു അത് ആരെങ്ങനെ ചെയ്താലും ഇനിയിപ്പോൾ നാളെ ഞാൻ ഈ ഒരൊറ്റ പേര് പറഞ്ഞിട്ട് ഞാൻ ഇൻഡസ്ട്രിയിൽ ഇല്ലെന്ന് പറഞ്ഞാലും ഐ ഡോണ്ട് മൈൻഡ്. പക്ഷേ അതൊരു ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റുള്ള ഏരിയയാണ് സിനിമാറ്റോഗ്രാഫിക്ക്. എൻ്റെ ഏറ്റവും ലീസ്റ്റ് അസിസ്റ്റൻ്റ് ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ അതിൻ്റെ ഫ്രെയിമിംഗ് പോലും ഇല്ലാത്ത, അതിൻ്റെ ലൈറ്റിംഗ് പോലും ഇല്ലാത്ത ഒരു സിനിമയായിരുന്നു അത്. അത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതിനേക്കാളും നന്നായിട്ട് വർക്ക് ചെയ്തതാണ് ആടുജീവിതം. സുനിൽ നന്നായിട്ട് വർക്ക് ചെയ്തതാണ്. അതല്ലാതെയും വേറെ ഇഷ്ടം പോലെ സിനിമകളുണ്ടായിരുന്നു. എന്തുകൊണ്ട് അവർ സജസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നില്ല? ഏറ്റവും ഫേക്കായിട്ട് ചെയ്ത, ഏറ്റവും ലീസ്റ്റ് ക്വാളിറ്റിയിൽ ചെയ്ത, ഏറ്റവും വേഴ്സ്റ്റ് ക്വാളിറ്റിയിൽ ചെയ്തൊരു സിനിമയ്ക്കാണ് അവർ കൊടുത്തതെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് അതിൻ്റെ വാല്യൂ ഉള്ളത്? അതൊരു ഇത് ഞാനിത് പറയുമ്പോൾ ഭയങ്കര കോൺട്രവേഴ്സി ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. കോൺട്രവേഴ്സി പക്ഷേ പൊതുവേ ഉള്ളൊരു ഒപ്പീനിയൻ, അത് കാരണം കൂടെ അതൊരു വലിയൊരു കോൺട്രവേഴ്സിയിലേക്ക് പോകില്ല. എനിക്കറിയില്ല, പക്ഷേ ദിസ് ഇസ് ദ ഫാക്ട്. സിനിമയിലുള്ളവർ പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങൾ അധികം സംസാരിക്കാറില്ല. അതുകൊണ്ട് മാത്രം ചിലപ്പോൾ ഇതൊരു ഈ പറഞ്ഞ പോലെ. പക്ഷേ ഇങ്ങനത്തെ ഇതുപോലെയുള്ള ഒരു തീരുമാനങ്ങൾ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണെങ്കിലൊക്കെ വരുന്ന സമയത്ത് അത് ത്രെറ്റനിങ് ആണോ സർ? നിങ്ങൾക്ക് അതങ്ങനെ ത്രെറ്റനിങ്? ഇതിനകത്ത് ഒറ്റ കാര്യമുള്ളന്നേ, ഇത് നമ്മളിപ്പം അവാർഡ് കിട്ടി. കഴിഞ്ഞ വർഷം നാഷണൽ അവാർഡ് ആരായിരുന്നു? ഇപ്പം അവാർഡ് കിട്ടുന്നു, ഒരു പേപ്പറിൽ ഒരു ന്യൂസ് വരുന്നു, ഈ അവാർഡ് നമ്മൾ വീട്ടിലിരിക്കുന്നു. നമ്മൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ആദ്യത്തെ ഒരു മാസമൊക്കെ ഇങ്ങനെ നോക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഇരിക്കും. മുമ്പ് എപ്പോഴോ കിട്ടിയിട്ടുണ്ട്. ഇതെപ്പോഴും നമ്മുടെ വിക്കിപീഡിയയിൽ ഒരു പരിപാടി വരാൻ സാധ്യതയുണ്ട്, എവിടെയോ IMDbയിൽ വരാൻ സാധ്യതയുണ്ട്, നമ്മുടെ ഏതോ ഒരു സ്ഥലത്ത് ആരോ ചെക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നു. അത് കഴിഞ്ഞാൽ നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് കഴിഞ്ഞില്ലേ? നമ്മൾ എത്ര പേര് അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. ഐ ഡോണ്ട് തിങ്ക്. അപ്പോൾ പക്ഷേ നമ്മൾ ചെയ്ത എസ്ര എപ്പോഴും ഓർക്കും. എസ്ര ചെയ്തല്ലേ ഓർക്കും, ലൂസിഫർ ചെയ്തല്ലേ ഓർക്കും, എമ്പുരാൻ ചെയ്തല്ലേ ഓർക്കും, അത് ചെയ്തില്ല അങ്ങനെ ഓർക്കും, ദൃശ്യം ചെയ്തില്ല അത് ഓർക്കും. ഞാനിപ്പം ദൃശ്യത്തിൻ്റെ ക്യാമറമാനായിട്ട് എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴും ദൃശ്യത്തിൻ്റെ ക്യാമറമാനായിട്ട് അറിയപ്പെടുന്നത് ഒരു നല്ല ക്രെഡിറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫിലിമിൻ്റെ ഭാഗമാകാൻ പറ്റുന്നൊരു ഭയങ്കര ക്രെഡിറ്റാണ്. അതല്ലാതെ എനിക്ക് അയ്യോ ഇന്ന വർഷം സ്റ്റേറ്റ് അവാർഡ് നിങ്ങൾക്കായിരുന്നല്ലേ എന്ന് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. സോ അത് നമുക്കൊരു ഭയങ്കര വലിയ മെലേജ് തരും എനിക്ക്. ഐ ഡോണ്ട് തിങ്ക്. കിട്ടുന്നത് സന്തോഷമുള്ള കാര്യമാണ്, പക്ഷേ ഡിസേർവിങ് ആയിരിക്കണം ആ സമയത്ത്. ഞാൻ കുറേ മറ്റ് പൊളിറ്റിക്സിനകത്ത് പെട്ടിട്ട് എനിക്കത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആവില്ല, ഒരു വാല്യൂ ഇല്ല. ഇപ്പം സാറ് മുന്നേ പറഞ്ഞിരുന്നു ഡിജിറ്റൽ എറ വന്നതിന് ശേഷം ടെക്നീഷ്യൻസ് ഒക്കെ കുറച്ച് ലേസി ആയി എന്ന് സാറ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് AI-യുടെ എറയിലാണ്. യു ഡോണ്ട് ഈവൻ ഹാവ് ടു ഹാവ് എ ക്യാമറ ടു ക്രിയേറ്റ് എ സീൻ വിഷ്വലി. സോ വിച്ച് ഇസ് കൈൻഡ് സ്കെയറി. ചിലപ്പോൾ സിനിമറ്റോഗ്രാഫേഴ്സിനൊക്കെ ചില സമയത്ത് എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറയും ഇപ്പോൾ ഒന്നും വേണ്ട, ക്യാമറ കൈ കൊണ്ട് തൊടണ്ട, വിച്ച് ഇസ് സ്കെയറി സംടൈംസ്. സോ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? ഇല്ല, ശരിയാണ്. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ സിനിമാറ്റോഗ്രാഫേഴ്സ് വേണമെന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുമായിരിക്കും. പക്ഷേ ഒരു ഐഡിയ എന്തായാലും ഡെഫിനറ്റ്ലി വേണ്ടി വരും. ഒരു കൈൻഡ് ഓഫ് ഒരു സജഷൻസും മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സജഷൻസിൻ്റെ പാർട്ടായിട്ട് ഇതൊരു ചലഞ്ചായിട്ട് എടുക്കുക, ആ ഏരിയയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുക ആസ് എ സിനിമാറ്റോഗ്രാഫർ, അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, അതിനകത്ത് നിൽക്കാൻ പറ്റുക എന്നുള്ളതൊരു ചലഞ്ചാണ്. ആ ചലഞ്ച് നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. Do you see yourself using AI? ഡെഫിനറ്റ്ലി യെസ്. നമ്മൾ ഇപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് ആശയങ്ങൾ കൈമാറി തുടങ്ങിയിട്ടുണ്ട്, മറ്റു പലയിടത്തും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് എൻ്റെ അടുത്ത് ഞാൻ ഡയറക്ടോറിയൽ പരിപാടിയുള്ളൊരു സിനിമ എബൌട്ട് ആൻ AI ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് ചർച്ച ചെയ്യുന്നു. എൻ്റെ ആർട്ടിസ്റ്റുകൾക്ക് കൺഫേം ആയി വരുന്നു. അതൊരു AI പടമാണ്. അപ്പോൾ AI കുറിച്ചുള്ളൊരു പടമാണ്. ഒരു ഗോ ടു സിനിമ എടുക്കുന്ന സമയത്ത് ഒരു ഗോ ടു ലെൻസ് സെറ്റ് ഉണ്ടോ സാറിന്? ഇല്ല. അതും ഞാനത് കുറച്ച് പരീക്ഷണങ്ങൾ നടത്താൻ ശ്രമിക്കുന്ന ഒരു കക്ഷിയായതുകൊണ്ട് തന്നെ പല ഡിഫറെൻറ്റ് ആദ്യമൊക്കെ ഒരേ ലെൻസിങ്ങിലൊക്കെ തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഞാൻ പുതിയ ലെൻസസ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലെൻസസ്, ആസ്പെക്ട് റേഷ്യോസ് മാറ്റിയിട്ടുള്ളത്, അങ്ങനെയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് പരീക്ഷിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെയാണ് എസ്രയൊക്കെ വേറൊരു ഇതുള്ളതും. ഇതിനകത്ത് എമ്മറിന് ഞാൻ വേറൊരു സാധനം യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ നാദർഷയുടെ മാജിക് മഷ്റൂം എന്നുള്ള സിനിമ ചെയ്തത് കുറച്ച് സ്ലൈറ്റ്ലി ഓൾഡ് ലെൻസസും വേറൊരു പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. കളേഴ്സും വേറൊരു തരത്തിൽ ട്രൈ ചെയ്തിരിക്കുന്നത്.
മേ ബി അത് ഇപ്പോഴത്തെ മലയാളത്തിൻ്റെ സാഹിത്യത്തിൽ നമുക്ക് കൃത്യം ആ കളേഴ്സ് കൃത്യം നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും അതിനകത്തൊരു ഡിഫറൻസ് കൊണ്ടുവരാൻ തിയേറ്ററിൽ അറിയുമോ എനിക്കറിയില്ല, പക്ഷേ അങ്ങനെ ഒരു ഡിഫറൻസ് കൊണ്ടുവരാനൊക്കെ നോക്കിയിട്ടുണ്ട്. ഒരു കൈൻഡ് ഓഫ് ഒരു മാജിക്കൽ റിയലിസം കൂടി കലർന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ അങ്ങനൊരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. എത്രത്തോളം സക്സസ് എനിക്കറിയില്ല, അത് കണ്ടറിയണം, ജനമാണ് പറയുന്നത്. ഇപ്പം സർ ആദ്യം മുതൽ സിനിമ ചെയ്യുന്ന സമയം തൊട്ട് ഇപ്പം വരെ നിങ്ങൾ കീപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു ചേരുവ, ഇപ്പം എന്താ പറയുക, ഒരു സിനിമയിൽ ഞാൻ ഇന്ന കാര്യം എല്ലാത്തിലും മാറ്റമില്ലാതെ ഞാൻ തുടർന്നു കൊണ്ട് പോവാറുണ്ട്, അതുണ്ട്. അതെന്താണ്? എൻ്റെ സിൻസിയറിറ്റിയാണ്. ഡെഫിനറ്റ്ലി യെസ്. 100% സിൻസിയർ ആയിരിക്കും ഒരു പ്രോജക്റ്റിൽ. അതിനകത്ത് ഒരു വിട്ടുവീഴ്ച ഞാൻ ചെയ്യാറില്ല. ആ പ്രോജക്റ്റിന് എന്ത് വേണമോ അത് അച്ചീവ് ചെയ്യാൻ നമുക്ക് മാക്സിമം എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും. അതിനകത്ത് പേരുദോഷങ്ങളുണ്ട്, നല്ല പേരുമുണ്ട്. പക്ഷെ അത് നമ്മൾ പേരുദോഷങ്ങളൊന്നും മൈൻഡ് ചെയ്യാറില്ല. അതിൻ്റെ കാരണം ഇത് ഒരു പ്രോജക്റ്റ് കാര്യം അത് ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ടാകും. നമ്മളിങ്ങനെ പറയുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ അത് എഫക്റ്റഡ് ആകുന്ന കുറച്ച് ആൾക്കാരുണ്ടാകും. അവർക്കത് ബുദ്ധിമുട്ടാകും. അപ്പോൾ പേരുദോഷം അവർ സംഭവിക്കും. പക്ഷേ സിനിമ പുറത്തിറങ്ങി കഴിയുമ്പോൾ അവരെന്നെ അപ്രിഷ്യേറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം സിനിമയുടെ റിസൾട്ടാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, സ്പോട്ടിലെ കാര്യങ്ങളല്ല. അപ്പോൾ അതിൽ ഞാൻ ബിലീവ് ചെയ്യുന്നു, ആ സിൻസിയറിറ്റിയിൽ ഞാൻ ബിലീവ് ചെയ്യുന്നു. ഇപ്പോഴും ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ടെക്നിക്കൽ കാര്യമായിരിക്കും പറയാൻ അതുണ്ട്, അതില്ലാതൊന്നുമില്ല. അത് നമ്മളൊരു ട്രേഡ് സീക്രട്ടായിട്ട് നമ്മൾ പറയില്ല ആരോടും. അല്ല, അത് അങ്ങനൊന്നുമില്ല. അത് പലർക്കും പല രീതിയിലാണ്. ഞാനതിനെ ഇങ്ങനെയാണ് തൽക്കാലം കാണാൻ ശ്രമിക്കാറ്. എന്തായാലും ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം തന്നതിന്. ഒരു കാര്യം പോകുന്നതിന് മുന്നേ ചോദിക്കണമെന്നുണ്ട്. ഇപ്പം പൊതുവേ ഇപ്പോൾ പുറത്തൊക്കെ സിനിമാക്കാർ ഇറങ്ങി നടക്കുന്ന സമയത്ത് ആൾക്കാരൊക്കെ വന്ന് പെട്ടെന്ന് തിരിച്ചറിയുമല്ലോ. അപ്പം സാറിനെ എങ്ങനെ, ഞാൻ ഒരു സിനിമ കാണാൻ പോയ സമയത്ത് എനിക്ക് തോന്നുന്നു റീബർത്ത് കാണാൻ പോയ സമയത്ത് മഹേഷ് നാരായണൻ ആ തിയേറ്ററിലുണ്ട്. പക്ഷേ മഹേഷ് നാരായണനെ ആർക്കും മനസ്സിലാവുന്നില്ല. പുള്ളി നൈസായിട്ട് പോപ്കോണൊക്കെ വാങ്ങി ആ വഴിക്ക് ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി മഹേഷ് നാരായണനല്ലേ ഇത്, പക്ഷേ ആർക്കും ആളെ മനസ്സിലായില്ല. അപ്പം പൊതുവെ ടെക്നീഷ്യൻസൊക്കെ അങ്ങനെ അധികം മുഖം തരാത്ത ആൾക്കാരാണല്ലോ. അപ്പോൾ സാറിന് എങ്ങനെ എല്ലാവരും വന്ന് ക്രൗഡ് വരാറുള്ളൊരു സാഹചര്യം ഉണ്ടാവാറുണ്ടോ? ഒന്നും വരാറില്ല, പക്ഷേ ആൾക്കാർ തിരിച്ചറിയാറുണ്ട്. അതിൽ ഹായ് പറയും, ചിരിക്കും, ചിലപ്പം വന്ന് സെൽഫി എടുക്കും, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. ഞാനതിനകത്ത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒന്നും എനിക്ക് അങ്ങനെ എന്നെ തിരിച്ചറിഞ്ഞുള്ള എക്സൈറ്റ്മെൻ്റ് ഒന്നും വരാറില്ല. തിരിച്ചറിഞ്ഞു, ഫൈൻ. തിരിച്ചറിഞ്ഞില്ല, ഫൈൻ, ഓക്കെ. ഞാൻ ഇത് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സിനിമക്കാരെ പ്രത്യേകമായിട്ട് അവർ നമ്മുടെ ഒരു ലൈഫിൽ കയറി, നിങ്ങളുടെ ഒരു ലൈഫിൽ കയറിയിട്ട് മീഡിയ ആണെങ്കിലും ഇപ്പോൾ ഇതുപോലെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും കയറി ഒരുപാട് അഭിപ്രായങ്ങൾ സ്വയമായിട്ട് പറയുമല്ലോ. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മിക്ക സിനിമാക്കാരുടെ ലൈഫിലും ഉണ്ട്. ഞാൻ ഇൻ്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത ചില ചോദ്യങ്ങൾ നമ്മളും കുറച്ച് നേരത്തെ ചോദിച്ചായിരുന്നു. യെസ്, ഓഫ് കോഴ്സ്. ലാൽ സാർ തോളിൽ കൈയിടാറുണ്ടോ, ബിജുമൻ എന്ത് പറയുന്നു, പൃഥ്വിരാജ് എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറുന്നത്? അത് ശരിയാണ്. അതൊരു ചില ചാനൽസിന്, ചില മീഡിയയ്ക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ ആൻസർ പറയുന്നത് നമുക്ക് ഒരു അതായത് അതല്ലല്ലോ ഒരാളെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതോ, അല്ലെങ്കിൽ ഒരു മീഡിയ റെസ്പെക്റ്റ് ചെയ്യേണ്ടതോ, പ്രൊഫഷൻ റെസ്പെക്റ്റ് ചെയ്യേണ്ടതോ അതല്ലാന്നാണ് എനിക്കെപ്പോഴും തോന്നാറുള്ളത് കേട്ടോ. ഇപ്പോൾ ഒരു ഫിലിമിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ എടുക്കുകയാണ്. ഇപ്പം ഞാൻ അടുത്ത് ചെയ്യുന്നൊരു പ്രൊമോഷൻ്റെ ഭാഗമാണ്. അവിടെ നമുക്ക് ആ ലൊക്കേഷനിൽ നടന്ന് എല്ലാം പറയാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഇരിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. അല്ലാതെ നമ്മളിപ്പോൾ എനിക്കെന്തോ ഒരു ഭയങ്കര വിയോജിപ്പുള്ളൊരു ക്വസ്റ്റ്യനാണ്. അത് എന്താണ് അവർ പെരുമാറിയത്, എങ്ങനെ അവർ ചിരിച്ചോ, കരഞ്ഞോ, തൊട്ടോ, പിടിച്ചോ, ഇങ്ങനെ ചോദിക്കുന്നത് എനിക്കൊരു ഭയങ്കര വിയോജിപ്പുള്ളൊരു സാധനമാണ്. പക്ഷെ എന്നാലും ചിലർ ചോദിക്കും, ചിരിച്ചുകൊണ്ട് ചില മറുപടി പറയും, ചിലപ്പം മിണ്ടാതിരിക്കും, ചിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ അതിനെ നമുക്ക് ഒപ്പോസ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ പറഞ്ഞ പേഴ്സണൽ നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ ആറ്റിറ്റ്യൂഡിൽ നമുക്ക് എടുക്കാം. പക്ഷെ ചോദിക്കുന്ന ചില ആളുകൾ, എനിക്ക് 1-2 സ്ഥലത്ത് എനിക്ക് ചെറിയ ദേഷ്യമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇൻ്റർവ്യൂ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സോറി എനിക്ക് ആ ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മനഃപൂർവ്വം ഹേർട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് എന്നെ മാത്രമല്ല മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉത്തരം കിട്ടുമോ, ചോദ്യം അങ്ങനെ എന്തെങ്കിലും മറുപടി കിട്ടുമോ എന്നൊക്കെ അറിയാൻ. അത് ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല മാക്സിമം. അത് ഞാനവിടെ കട്ട് ഓഫ് ചെയ്യാറുണ്ട്.
ഞാൻ എന്നിട്ട് അവരുടെ അടുത്ത് പറയും ഇത് ഭയങ്കര പേഴ്സണലല്ലേ, എന്തിനാ അങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ മേ ബി അവർക്കത് മനസ്സിലാവും. പക്ഷെ അവരെ മാത്രം കുറ്റം പറഞ്ഞതിൻ്റെ കാര്യം അവരുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഇൻസിസ്റ്റ് ചെയ്തായിരിക്കും അവർ ചോദിക്കുന്നത്. ഓക്കെ, എനിവേസ് താങ്ക് യു സോ മച്ച് സർ. ഭയങ്കര വലിയൊരു ഓണറായിരുന്നു നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.